പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 1 യോഹന്നാൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. ഇവിടെ യേശു കർത്താവിൻ്റെ മാറോടെ ചാരിക്കിടന്ന അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ, യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നറിയപ്പെടുന്ന യോഹന്നാൻ പറയുകയാണ്, ലോകത്തെയും അതിലുള്ളതിനെയും നിങ്ങൾ സ്നേഹിക്കരുത്. അവിടെ ഒരു കൽപ്പനയാണ് പറയുന്നത്, നിങ്ങൾ ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത്. എന്നിട്ട് പറയുകയാണ്, ഇനി ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. ദൈവമക്കളെ, ലോകത്തെയും ദൈവത്തെയും ഒരുപോലെ സ്നേഹിക്കാൻ നമുക്ക് പറ്റത്തില്ല. യാക്കോബിൻ്റെ ലേഖനത്തിൽ യാക്കോബ് അപ്പോസ്തലൻ അങ്ങനെയാണ് പറയുന്നത്, ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാണ്. ലോകത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിൻ്റെ ശത്രുവായി തീരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ പറയുകയാണ്, ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറയുകയാണ്, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിൻ്റെ മോഹം ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. നോക്കിക്കുക, അവിടെ ലോകത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇതൊന്നും ദൈവത്തിൽ നിന്നല്ല, ഇതെല്ലാം ലോകത്തിലുള്ളതാണ്. ഈ ഒരു കമാൻഡ്മെൻറ്റിൽ നിന്നുകൊണ്ട് ദൈവമക്കളോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത്. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കുവാൻ കഴിയട്ടെ, ഞാൻ വാസ്തവത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ, അതോ ഞാൻ ഈ ലോകത്തിലുള്ളതിനെയാണ് സ്നേഹിക്കുന്നത്? യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം ശിഷ്യന്മാർ കർത്താവിനെയൊക്കെ വിട്ടുപോകുന്നുണ്ട്. നമുക്ക് ആ ഭാഗം വളരെ സുപരിചിതമാണ്. ആ സമയത്ത് കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം കർത്താവ് ശീമോനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ശീമോനെ, നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നു? എന്നെ ശ്രവിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവിനെ ചോദിക്കുവാനുള്ള ഇതേ ചോദ്യമാണ്. നിങ്ങൾ ചുറ്റും പലതും കാണും, ഈ ലോകത്തിൽ പലതുമുണ്ട്. ഈ ലോകത്തിൽ അധികമായി, അതിലുള്ളതിലെല്ലാം അപ്പുറമായി, ഈ ലോകത്തിലുള്ളതിനെ സ്നേഹിക്കാതെ കർത്താവിനെ സ്നേഹിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? സ്തോത്രം. നമുക്ക് നമ്മോട് തന്നെ ഒരു ആത്മാർത്ഥമായ, ഒരു ജെന്യുൻ, ഒരു ഓണസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നമ്മോടൊന്ന് ചോദിക്കാം, എനിക്ക് കർത്താവിനെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? ഇവയിലധികമായി. യേശു കർത്താവ് ചോദിക്കുക, സ്തോത്രം, നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നോ ശിമോനെ? കർത്താവ് ഒരു കമാൻഡ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്, നീ എൻ്റെ ആടുകളെ മേയ്ക്കണം, നീ എൻ്റെ ആടുകളെ പാലിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, നീ എന്നെ അനുഗമിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇന്ന് ചിലരോട് കർത്താവിൻ്റെ ആത്മാവ് നൽകുന്ന ഒരു സന്ദേശമാണ്, ഇവയിലധികമായി നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നുള്ളൂ. എല്ലാറ്റിലും ഉപരി യേശു കർത്താവിനെ സ്നേഹിപ്പാൻ ഒരു നല്ല മനസ്സ് നാം ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ചെടുക്കണം. ഈ ഒരു കൽപ്പന പോലെ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. യേശു കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ, കർത്താവിനെ സ്നേഹിപ്പാൻ നമ്മളൊക്കെ പലപ്പോഴും പാടുന്നവരാണ്, അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിപ്പാൻ ഇടയാകരുതേ. നമ്മൾ പലപ്പോഴും പാടും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് അങ്ങേക്കാൾ മറ്റൊന്നിനെയും സ്നേഹിപ്പാൻ ഇടവരില്ലേ എന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.